തമിഴ് പടത്തിൽ അഭിനയിച്ചല്ലോ ധർമ്മതുര, ആ റോളും ശിവാജി അഭിനയിക്കാൻ വെച്ചിരുന്നു. വേറെ ആരെങ്കിലും രജനീകാന്തിനെ തല്ലുകയാണെങ്കിൽ തിയേറ്ററിൽ കത്തും. സാറ് തല്ലിയാ ഓക്കെ, സാറ് തല്ലിയാ ഓക്കെ, വേറെ തല്ലിയാ അയാൾ അടികൊള്ളും. അമിതാഭ് ബച്ചൻ ഒരു സ്നേഹ സന്ദേശം അയക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. അതെ, വിളിക്കുക, സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതെ, അയാൾ എന്നെയും വിളിച്ചിട്ടില്ല. അതെ, ഒരു ദിവസം ഈ സംഗതി ഞാൻ കാണുകയാണ്. അതെ അതെ. അപ്പൊ ഞാൻ ഇത്രയും വ്യക്തികളെ മനസ്സിൽ എന്നെ കുറിച്ചുണ്ടോ. നമസ്കാരം. പ്രതിഭകൾ പ്രതിഭാസങ്ങളായി മാറുന്നത് വളരെ അപൂർവമാണ്. അത്തരം അപൂർവ കാഴ്ചകളിൽ നമ്മുടെയൊക്കെ മനസ്സുകളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു വ്യക്തിപ്രഭാവമാണ് എൻ്റെ മുന്നിലുള്ളത്. ലാളിത്യത്തിൻ്റെ മുഖമുദ്ര, മലയാളത്തിൻ്റെ മാധുര്യം, മധു സാർ. സ്വാഗതം സാർ. സാറിന് ജീവിതം എന്താണെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. ഇല്ല, അറിയാൻ എന്താ ഇരിക്കണം, അനുഭവിച്ചതാണ് ജീവിതം. അത് അനുഭവിക്കുക എന്നുള്ളതല്ലാതെ ജീവിതത്തിലെ യാത്ര എന്നൊക്കെ പറയുമല്ലോ. അതെ, ഈ ജീവിതയാത്രയിൽ റോഡിൽ കോൺക്രീറ്റ് ഒന്നുമില്ല, വെട്ടി ഇങ്ങനെ അവർക്ക് ആക്കിയിട്ടില്ല. ചിലതൊക്കെ നമുക്ക് വെട്ടി തരും ആരെങ്കിലും, ബാക്കി നമ്മൾ വെട്ടണം, മുമ്പോട്ടും നടക്കുക. അത് തന്നെ ജീവിതം. അത് ഏകദേശം ഇതേ രീതിയിലുള്ള ഒരു മറുപടി എനിക്ക് ശ്രീനിവാസൻ തന്നിട്ടുണ്ട്. ശ്രീനിവാസനോട് ഞാൻ ഓടരുതമ്മാവ് ആളറിയാമെന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ശ്രീനിയോട് ചോദിച്ചു, ശ്രീനി, ഞാൻ താരതമ്യേന ഒരു തുടക്കക്കാരനാണ്, എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്, സിനിമയിൽ പിടിച്ചു നിൽക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞ മറുപടി ഏതാണ്ട് ഇതേപോലെയായിരുന്നു, നീ നിൻ്റേതായിട്ടുള്ള വഴി കണ്ടെത്തുക. അങ്ങനെ ശ്രീനി പറഞ്ഞതും സാറ് പറഞ്ഞായിട്ട് ഒരു സാമ്യം എനിക്ക് തോന്നുന്നു. ശരിയല്ലേ സാർ? ശരിയാണ്. കല എന്നല്ല, എനിക്ക് അഭിനയം ഒരു തരം ഭ്രാന്തായിരുന്നു. ഓക്കെ, പ്രാന്തം എന്നുള്ള വാക്ക് ഉപയോഗിക്കാമെങ്കിൽ അതായത് നിന്റെ പുറകിലൊക്കെ നാടകം പഠിക്കാൻ പോയതും സിനിമയിൽ വന്നതും അഭിനയിച്ചതും ഈവൻ പടം പിടിച്ചതും സംവിധാനം ചെയ്തതും ഒക്കെ എൻ്റെ ആക്ടർക്ക് വേണ്ടിയായിരുന്നു. ഓക്കെ 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 അതെ, ആക്ടർ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വെറൈറ്റി. അതായിരിക്കും സാറിൻ്റെ ആദ്യ സംവിധാന സംരംഭത്തിൽ സാർ ഒരു നെഗറ്റീവ് റോള് ചെയ്തത്. കാരണം അതുപോലെ ഉള്ള എല്ലാവർക്കും ചെയ്യാനൊന്നുമില്ലാത്ത കുറേ പ്രേമം അഭിനയിക്കുക, ഓൾമോസ്റ്റ് ദി സെയിം തിങ് ടു റിപ്പീറ്റ്, പാടുക, അത് ഇതിങ്ങനെ ചെയ്യുക. പിന്നെ എന്നെ ഒരുമാതിരി പാവമാക്കിക്കളെ, മനസ്സിലായി, സഫർ ചെയ്യുന്ന ആളാണ്, ഒരു നല്ലവനും ആക്കിക്കളെ. അത്ര നല്ല നല്ലവനും പാവമാവാൻ എനിക്ക് ഇഷ്ടമായില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും അല്ല, കയ്യിൽ ചില്ലറ സംഗതികൾ എൻ്റെ ഉണ്ട്. അങ്ങനെ പ്രിയയിലെ കോപനായി. അതെ. എന്നാൽ സാർ, ഞങ്ങൾക്കെല്ലാം സങ്കടമുള്ള ഒരു കാര്യമുണ്ട്. ആദ്യകാലങ്ങളിൽ എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നാലും ആരുടെ സ്ക്രിപ്റ്റ് ആയിരുന്നാലും സാറ് ജയിക്കുന്നതായിട്ട് അധികം കാണിച്ചിട്ടില്ല. സാർ എടുത്തു നോക്കിയേ, പരീക്കുട്ടി മരിക്കുകയാണ്, പ്രേമ സാക്ഷാത്കാരം നടന്നിട്ടില്ല. പിന്നെ സാർ മുറപ്പണിലെ കഥാപാത്രം കേശവൻകുട്ടി എന്നാണ് എൻ്റെ ഓർമ്മ. കേശവൻകുട്ടിയും അവസാനം കുറച്ചൊരു ജ്യോതിലക്ഷ്മിയുടെ വിവാഹം കഴിക്കാനൊക്കെ കൺഫ്യൂഷനായിട്ട് അവസാനം നസീർ സാറിൻ്റെ ക്യാരക്ടർ വന്ന് പറയുമ്പോഴത്തേക്കും, കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് അവിടെ പോകുമ്പോഴത്തേക്കും ആ നായിക ആത്മഹത്യ ചെയ്തതായിട്ടാണ് കാണുന്നത്. അവിടെയും ഒരു ലൂസറാണ്. ഓളവും തീരത്തിലെ ബാപ്പൊട്ടി ലൂസറാണ്. ഇങ്ങനെയുള്ള കുറേ ചിത്രങ്ങളിൽ സാർ അവിടെയൊക്കെ ട്രാജിക് എൻഡിൻ്റെ ഒരാളായിട്ട്, നഗരമേ നന്ദിലാണെങ്കിൽ സാറ് രാഘവൻ, സാർ അവസാനം ഈ സ്നേഹിക്കുന്ന പെൺകുട്ടി വേറെ വഴിയിലോട്ട് പോയി എന്ന് അറിഞ്ഞിട്ട് സാറ് വിഷമത്തോടെ പോകുന്നതായിട്ടാണ്. അപ്പോൾ സാറ് ജയിച്ച കഥാപാത്രങ്ങൾ ആദ്യകാലങ്ങളിൽ വളരെ കുറവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ സാർ അതിനെങ്ങനെ നോക്കി കാണുന്നു? അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരുമാതിരി സഫർ ചെയ്യുന്ന, തിരിച്ചടിക്കാൻ കഴിവില്ലാത്ത, പാവപ്പെട്ട, നല്ലവനായ, ഒരുപക്ഷെ പ്രേക്ഷകർക്ക് സിമ്പതി തോന്നുന്ന കഥാപാത്രങ്ങളാണ് എനിക്ക് കിട്ടിയിരുന്നത്. പക്ഷെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇതൊന്നും എന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ല. ഓക്കെ ഓക്കെ, അത് ഒന്നുമില്ല എന്നല്ല പറയണേ, പക്ഷെ ഒരു റെപ്പറ്റേഷനായിട്ടും എൻ്റെ അഭിനയിക്കാനുള്ള കഴിവിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമല്ലേ ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളൊരു പോരായ്മ മനസ്സിൽ തോന്നിയിരുന്നു. ഓക്കെ സാർ, അപ്പോൾ ഗോപനിൽ ഒരു നെഗറ്റീവ് അംശം ഉണ്ടായിരുന്നു. കാരണം തേവിടിശി എന്ന് പറയുന്ന ഒരു നോവൽ അല്ലേ, സി രാധാകൃഷ്ണൻ സാറിൻ്റെ നോവലാണ് സാർ ചലച്ചിത്രമാക്കിയത്. അതിലെ സാർ നെഗറ്റീവായിട്ട് വന്നിട്ട് പ്രേക്ഷകർക്ക് അല്പം ദേഷ്യം തോന്നുന്ന രീതിയിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴുത്ത്
കടിച്ചെടുക്കുകയാണ് നായിക കടിച്ചു മുറിക്കും. സാറിന്റെ കഥാപാത്രത്തിന്റെ ലെവലില് അന്ന് ഒരുപാട് അഭിനന്ദന സാറിന്റെ ഒരു ഷോട്ടിന് വന്നായിട്ട് ഞാൻ ഓർക്കുന്നു. കാരണം ലില്ലി ചക്രവർത്തി എന്ന നടിയെ റേപ്പ് ചെയ്യുമ്പം സാർ അത് ഈ ഫാനിന്റെ മുകളിൽ അതിന്റെ റിഫ്ലക്ഷനിലൂടെ കാണിച്ച് ടിൽറ്റപ്പ് ചെയ്ത് സാർ ഒരു കയ്യടി നിരൂപകരുടെ ഭാഗത്ത് നിന്ന് നേടിയെടുത്ത് ഏറ്റവും മനോഹരമായി അശ്ലീലമൊന്നും കാണിക്കാതെ തന്നെ എൻ്റെ സൂചന നൽകിയത് വളരെ സംവിധായകന്റെ ബിരുദാണ്, കരവിരുതാണ് എന്ന് പറഞ്ഞ് അഭിനന്ദനം രേഖപ്പെടുത്തി. അത് സാറിൻ്റെതായിട്ടുള്ള ഒരു ഷോട്ട്. അതിനെക്കുറിച്ച് അത്രയും അപ്രീസിയേഷൻ കിട്ടിയപ്പോൾ സാറിന് ഒരു ചെറിയ ഉള്ളിൽ ഒരു സന്തോഷം തോന്നിയില്ലേ? സന്തോഷമല്ല, അത് സന്തോഷം വേണമെന്ന് വെച്ച് വാങ്ങിച്ചത് തന്നെയാണ്. കാരണം ഇതെങ്ങനെ റേപ്പ് കാണിക്കും? ഓക്കെ, പലരും റേപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, പല സിനിമയിലും റേപ്പ് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ കാണിക്കുന്നുള്ളതിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മറ്റെല്ലാവരും ഒരു ഇതില്ലേ. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് എൻ്റെ ഫാനിനെ ഓർമ്മ വന്നത്. ഞാൻ കിടന്നിറങ്ങുന്ന മുറിയിലെ ഫാനാണത്. അപ്പോൾ കാലത്ത് ഞാൻ എണീക്കുമ്പോൾ ചിലപ്പോൾ തുണി കാണും, ചിലപ്പോൾ കാണില്ല, മനസ്സില്ലേ? പല രീതിയിലായിരിക്കും നമ്മൾ കിടക്കുന്നത്. പക്ഷെ ഞാൻ കാഴ്ച കാണുന്ന ഇതാണ്. അത് ഇത് ഫാനിൻ്റെ നടുക്കുള്ള സാധനം ഉണ്ടല്ലോ, സ്റ്റീൽ ടൈപ്പാണ്, റിഫ്ലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കൊള്ളാമല്ലോ. അപ്പോൾ ഇത് കണ്ടെനിക്ക് പരിചയമുണ്ട്. ഞാൻ ഈ ഫാനിനെ അഴിച്ചെടുത്ത് തിയേറ്ററിലെ സ്റ്റുഡിയോയിൽ ഫ്ലോറിൽ കൊണ്ടുപോയി തൂക്കിയതാണ്. ഫ്ലോറിൽ വെച്ച്. അപ്പൊ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുകയും ചെയ്യാം, മുകളിൽ നിന്നൊക്കെ ചെയ്യാനുള്ളതെല്ലാം കാണുകയും ചെയ്യാം, പക്ഷെ ഒന്നും വ്യക്തമാവില്ല. സാറിന്റെ രണ്ടാമത്തെ ചിത്രം എന്ന് പറയുമ്പോൾ സാർ ഈ ഗുഡ് ബോയ് അല്ലെങ്കിൽ ഗുഡ് മാൻ ഇമേജിൽ നിന്ന്, ഗുഡി ഇമേജിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ആണ് ഒരു പരിധിവരെ സാർ പ്രിയ എടുത്തത്. പക്ഷെ രണ്ടാമത്തെ ചിത്രത്തിൽ സാറ് എടുത്ത കഥാപാത്രം തന്നെ പാപ്പാൻ അതുവരെ അവതരിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ടാണോ? സാർ യഥാർത്ഥത്തിൽ റൊമാൻറ്റിക് നായകനായിരുന്നു. ഏറ്റവും നല്ല പാട്ടുകളുള്ള സിന്ദൂരച്ചെപ്പാണ് സാർ സംവിധാനം ചെയ്തത്. അപ്പോൾ ഈ രണ്ടാമത്തെ ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ നടൻ എന്ന നിലയ്ക്കുള്ള മധു സാറിൻ്റെ ഏത് കാര്യമാണ് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ആ കഥ സെലക്ട് ചെയ്തത്? ഞാൻ അന്ന് വരെ അഭിനയിച്ച കഥാപാത്രങ്ങളും അതിലെ എൻ്റെ കഥാപാത്രങ്ങളുടെ വല്ല ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ ഐ ഗോട്ട് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ. കണ്ടിട്ടില്ല. അത് വളരെ നാടനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, ആനക്കാരൻ, ആ ഒരു ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടമായി. കഥയും പറഞ്ഞു വന്നപ്പോൾ ഇഷ്ടമായി. അതിനകത്തൊരു കുഴപ്പമുണ്ടായിരുന്നു, ഈ ആനയുമായിട്ട് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ഈ ആനയുമായിട്ട് വലിയ അടുപ്പമില്ല. മറിച്ച് തൃശ്ശൂരൊക്കെ ഉള്ള ആളാണെങ്കിൽ ഒരു വിധത്തിലെ മറ്റൊരു വിധത്തിലെ ആനയുമായിട്ട് കുറച്ച് അടുപ്പം ഉണ്ടാവും. ഇത് ഈ അമ്പലത്തിൽ വരാൻ നേരത്ത് കാണുന്നതല്ലാതെ അപ്പോൾ ഈ ആനയുമായിട്ട് അടുത്ത് കയറി പെരുമാറുക എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നു. ആദ്യം ആനക്കാരനുമായിട്ട് നിന്ന് ആനയ്ക്ക് കൊടുത്ത് ആനയൊന്ന് തടവി എൻ്റെ തുമ്പിക്കൈയെല്ലാം പിടിച്ച് അങ്ങനെ ഓരോ ആഹാരമൊക്കെ കൊടുത്തിട്ട് ആനയുമായിട്ട് കുറച്ച് ഫ്രണ്ട്ലി ആയി. എന്നിട്ടാണ് പിന്നെ സാറ് മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ, സംവിധായകൻ എന്ന നിലയിൽ പല സംഭാവനകളും, കലാസൃഷ്ടികൾ എന്ന നിലയിൽ പല സംഭാവനകളും നൽകിയിട്ടുണ്ട്. സാറിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്ന് സാറ് സംഭാവന ചെയ്ത ശ്യാം എന്ന സംഗീത സംവിധായകനാണ്. സാറ് എന്തടിസ്ഥാനത്തിലാണ് ശ്യാം സാറിന് സംഗീത സംവിധായകനാക്കാൻ തീരുമാനിച്ചത്? അത് എന്തോ നമ്മുടെ ജാതകത്തിലുള്ളതായിരിക്കും. ഞാൻ പാട്ടുകാരനല്ല, പാടാൻ അറിയാൻ പാടില്ല, വലിയ വാസനയൊന്നുമില്ല പാട്ടിൽ. സിനിമയിൽ പാടുന്നതിന് വളരെ പാടുപെട്ടാണ്. പക്ഷെ എന്തോ ഒരു ബന്ധം എനിക്ക് ഈ സംഗീതവുമായിട്ടുണ്ട്. നമ്മുടെ പല പാട്ടുകാരെയും ഈ സംഗീതജ്ഞന്മാരെയും പലരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഞാനാണ്. അതുപോലെ അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെന്ന് എപ്പോഴും മനസ്സിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഓരോ നോക്കിക്കോളൂ. ആദ്യത്തെ പടത്തിൻ്റെ കാര്യം എടുത്താൽ തന്നെ സി രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ കഥകളാരും എടുത്തിട്ടില്ല. പിന്നെ എടുത്തത് യൂസഫ് അലി കസേരി, അതിൻ്റെ അടുത്തെടുത്ത് ജി ശങ്കരപ്പിള്ള. പൂജാമുറി എന്നുള്ളൊരു നാടകമാണ് സാർ സിനിമ. അത് പരീക്ഷണമായിരുന്നു. ഞാൻ പൂജാമുറി എന്നുള്ള നാടകം വായിച്ചിട്ടുണ്ട് സാർ സിനിമ കാണുന്ന. അന്ന് ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സംഭവമാണ്. കാരണം മനസ്സിന്റെ തോന്നലുകളാണ്. ആ മനസ്സിന്റെ തോന്നലുകൾ ഒരു സിനിമയാക്കുക എന്ന് പറയുന്നത് അന്നത്തെ വേണ്ടത്ര നിരൂപകരുടെ ശ്രദ്ധ കിട്ടിയിട്ടില്ലെന്ന് എനിക്കൊരു ചെറിയ പരാതിയുണ്ട്. ഇത് വന്നപ്പോൾ ആരെങ്കിലും ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ബാക്കിയുള്ളവരെല്ലാം അറിയാം, അവരുടെയൊക്കെ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും ആ പ്രായത്തിൽ എനിക്ക് പ്രത്യേകിച്ച് സംതിങ് ന്യൂ എന്ന് മനസ്സിലുണ്ടായിരുന്നല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വന്ന കൂട്ടത്തിലാണ് പലതും വന്നിട്ടുള്ളത്. പലതും ഈ പ്രിയയിലെ ഹീറോയിൻ വരെ
ബംഗാളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരേണ്ടിയിരുന്നു. ഷീലയാണ് ഇയാളുടെ പേര്. ശ്യാം സാറിൻ്റെ പേര് പറഞ്ഞു. പറഞ്ഞിങ്ങനെ ശ്യാം എന്ന് പറഞ്ഞിട്ടൊരു ഗിറ്റാറിസ്റ്റ് ഉണ്ട്, അത് വയലിനിസ്റ്റോ, നല്ല ജ്ഞാനമുള്ള ആളാണ് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ഡയറക്ടേഴ്സ് മൈൻഡുണ്ട്. പിന്നെയാണ് അത് പ്രൂവ് ചെയ്തതെങ്കിലും അത് അന്നേ ഉണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ ഈവൻ ഈ മ്യൂസിക് ഡയറക്ടർ ആക്കാൻ കൊള്ളാം എന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. ഞാൻ ശ്യാമിനെ വരുത്തി ഈ കാര്യമെല്ലാം പറഞ്ഞിട്ട് ഇന്ന പൊസിഷൻ ഇതാണ്, ഈ ട്യൂൺ ഇട്ടുകൊണ്ടിരാൻ പറഞ്ഞപ്പോൾ നല്ലതാണെന്ന് തോന്നി. അങ്ങനെ ശ്യാമിനെ പരിചയം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ശ്യാമിന് അത് കൊടുത്തിട്ട് പിന്നെ ശ്യാമിനെ എന്നിട്ടും ആരും വിളിച്ചിട്ടില്ല. അതെ, അന്ന് എനിക്ക് തോന്നുന്നു 13-12 വയസ്സുള്ള സുജാതയ്ക്ക് ഒരു ബ്രേക്ക് കൊടുത്തു. അത് സുജാതയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടതിന് മുമ്പ്. അവരെ ഏതോ ഒരു പാവാട കൊടുത്തുകൊണ്ട് ഒരു കൊച്ചു പെണ്ണ് ഒരു കമ്പനിയുടെ ഒരു ടയർ കമ്പനി, അതങ്ങനെ വലിയൊരു കമ്പനി അവിടെ എറണാകുളത്തല്ല അടുത്ത ജംഗ്ഷനിൽ. അപ്പോൾ ആ കുട്ടി അസാധ്യമായിട്ട് പാടണം. അപ്പോൾ പാട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെന്ന് പരിചയപ്പെട്ടപ്പം പണ്ട് മിനിസ്റ്ററായിരുന്നല്ലേ TK എന്നായിരുന്നുള്ളൂ, അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. നന്നായിട്ട് പാടുകയും ചെയ്യണം. അന്നേ മനസ്സിലുണ്ടായിരുന്നു കുട്ടിയൊന്ന് പാടിക്കണം. അപ്പോൾ അടുത്ത ചാൻസ് വന്ന ഉടനെ തന്നെ അന്നേ അഡ്രസ്സൊക്കെ മാറ്റി വെച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചു വന്നു. അപ്പോൾ അന്ന് കൊച്ച് പാവാട കൊടുത്തുകൊണ്ടാണ് യേശുദാസിൻ്റെ കൂടെ ഒരു ജോലി പാടാൻ വരുന്നത്. ഇവിടെയായിരുന്നു ഷൂട്ടിങ്, ദാസിൻ്റെ സ്റ്റുഡിയോയിൽ. അപ്പോൾ ദാസും കൂടെ വളരെ ഹെൽപ്പ് ചെയ്തു അവരെ, അവളെ ഒന്ന് പാടിക്കും, മനോഹരമായിട്ട് പാടി. ഈ ബ്രഹ്മാനന്ദനും നല്ല അവസരങ്ങൾ കൊടുക്കുന്നതിന് സാർ ഒരു പിശുക്കും കാണിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം പിന്നെ നോക്കുകയാണെങ്കിൽ എല്ലാ നിമിത്തങ്ങളാണ് സാർ. ചിത്രയ്ക്ക് ബ്രേക്ക് കൊടുത്തത്, കാര്യമായിട്ടുള്ള ബ്രേക്ക് കൊടുത്തത് സാറല്ലേ? ഞാൻ എങ്ങനെയാണ്, ശരിയല്ലേ? അല്ലേ? കൃഷ്ണൻ നായർ സാറിന്റെ മകൾ, നാടകരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ മകൾക്ക് സാർ. കൃഷ്ണൻ നായർ നാടകത്തിൽ അവര് പ്രവർത്തിച്ചല്ല എനിക്ക് പരിചയം. അന്ന് MG കോളേജിൽ എൻ്റെ സീനിയറായിട്ട്, ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു ഇന്റർമീഡിയറ്റിന്, അദ്ദേഹം പിന്നെ ഡിഗ്രിക്കാണെന്ന് എനിക്കറിയില്ല, എൻ്റെ സീനിയറായിട്ട് പഠിക്കുന്ന ആളായിരുന്നു. അവിടെ ഏത് പരിപാടി ആരെന്ത് നടത്തിയാലും വീട്ടിൽ നിന്നേ കൂവിക്കൊണ്ടാണ് ഇറങ്ങുന്നത്. സ്കൂളിൽ കോളേജിലോട്ട് പോകുമ്പോഴേ കുറേ ആൾക്കാർ വീട്ടിൽ നിന്നേ കൂവി, അതാണ് അവിടുത്തെ ഒരു ഹാബിറ്റ്. പക്ഷേ കൃഷ്ണൻ നായർ പാടാൻ നേരത്തെ മാത്രം സൈലൻസാണ്, അത്രയ്ക്ക് നല്ല പാട്ടാണ്. കൃഷ്ണൻ നായരെ പിന്നെ ഉണ്ടായിരുന്നത് PK വേണുക്കുട്ടൻ നായർ ജ്യേഷ്ഠൻ ഒരാളുണ്ടായിരുന്നു, വിക്രം നായരുടെ അനിയൻ, PK വിക്രം നായരുടെ അനിയൻ, PK വാസുദേവൻ നായർ, അദ്ദേഹം പഠിച്ചിരുന്നു. ഇവർ രണ്ടുപേരും പാടുമ്പോൾ, പ്രത്യേകിച്ച് കൃഷ്ണൻ നായർ പാടുമ്പോൾ മാത്രം MG കോളേജിലെ ഓഡിറ്റോറിയം. PK വേണുക്കുട്ടൻ നായർ സാറും PK വേണുക്കുട്ടൻ്റെ ജ്യേഷ്ഠനാണ്. ഈ PK രാജനാണോ? അല്ല, PK രാജനല്ല, ഒരാളൂടെ ഉണ്ട്. PK രാജൻ നാറൂരിലെ ലെക്ചറായിരുന്നു. അല്ല, PK വേണുക്കുട്ടൻ നായരുടെ രാജൻ വേറെ, വേറെ. ഇത് ഇവർ 3 പേര് പഴയ ഇത് PK വിക്രമൻ നായർ. അതെ, അതിന് ശേഷമുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ PK വാസുദേവൻ നായർ. PK വാസുദേവൻ നായർ MG കോളേജിൽ പഠിച്ചു. നന്നായിട്ട് പാടുമായിരുന്നു അദ്ദേഹം. പക്ഷെ അത് പ്രൊഫഷണലായിട്ട് വന്നില്ല. അത്രയും നല്ല പാട്ടുകാരനായിരുന്നു. ഞാൻ ഏകനാനില് ഗംഭീരമായിട്ടുള്ള ബ്രേക്ക് MG രാഘവൻ ചേട്ടൻ്റെ സംഗീതം അല്ലേ? അപ്പോൾ അതിൽ ഈ അവിടെ വന്ന് പാടിക്കഴിഞ്ഞ് ശബ്ദം കേട്ട് ഇഷ്ടപ്പെട്ട് പാടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് കൃഷ്ണനായരുടെ മോളാണ്. സന്തോഷമായി. അതെ, അപ്പൊ ഒരുപാട് പേർക്ക് ഒരു എന്താ പറയാ ബ്രേക്ക് കൊടുത്തിട്ടുള്ള സാറാണ് സുജാത. അതിൽ ബ്രേക്ക് കൊടുത്തത് രാധാകൃഷ്ണനാണ്. അതിന് ഓക്കെ പറഞ്ഞില്ലേ ഒരു പ്രൊഡ്യൂസർ അതിൽ ഇടപെടാതെ ഓക്കെ നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കൊടുത്തോ. അല്ലെങ്കിലും ചിത്രയല്ലേ. അതിപ്പം രാമുകാരിയായിട്ട് സാർ ഇല്ലെങ്കിലും സാർ വരും. പക്ഷെ രാമുകാരിയായിട്ട് സാറിനല്ലേ ആദ്യം തോന്നിയത് എന്ന് പറയുന്ന ഒരു നിമിത്തം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ സാർ. ഈ പിന്നെ ചെമ്മീനിലെ ആ കാര്യങ്ങളിലൊക്കെ, ചെമ്മീനിലെ യഥാർത്ഥത്തിൽ മിമിക്രിക്കാർ അവതരിപ്പിക്കുക എന്തുമാത്രം എക്സാജറേഷൻ. സാറിന്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സാറ് ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച ചിത്രങ്ങളിലൊന്നാണ് പരീക്കുട്ടി എൻ്റെ മനസ്സിൽ. എന്തായാലും ആ പരീക്കുട്ടി എന്നുള്ളത് സാറിന്റെ മനസ്സിൽ ഒരു വല്ലാത്ത ഒരു അനുഭവമല്ലേ സാർ? തകഴി ചേട്ടൻ്റെ. കാരണം അങ്ങനെ ഒരു കാമുവിനെ ഇന്ന് വരെ ആരും പ്രസന്റ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, ഇതേ വാചകം റിപ്പീറ്റ് ചെയ്യാണ്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പറയാതിരിക്കാൻ തരമില്ല. സ്നേഹിക്കുക, നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുക എന്നുള്ളത് മാത്രമേ യോഗിയൊക്കെ അറിയാവൂ. ശരിയാ. കർമ്മയോഗം പറയുമല്ലോ. അതെ. കർമ്മം ചെയ്യുക, ഫലത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക.
പനിക്കുട്ടിക്ക് ആരെയും വെറുക്കാൻ കഴിയില്ല. അല്ല, ഇവളെ പ്രേമിച്ച് കഴിഞ്ഞിട്ട് ഈയൊക്കെ അങ്ങോട്ട് കയറി പ്രേമിക്കുക എന്നുള്ളതല്ലാതെ തിരിച്ചെത്തുക ഇങ്ങോട്ട് മനസ്സിൽ പോലും ആലോചിച്ചിട്ടില്ല. അപ്പോൾ മനസ്സിൽ യാതൊന്നും ചിന്തിക്കാതെ ഈ പ്രേമിക്കുന്ന നിഷ്കാമകർമ്മമായിട്ട് പ്രേമത്തിനെ കാണുന്ന ഒരു ഹീറോ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അത് പനിക്കുട്ടി വളരെ ഡിഫറെൻ്റ് ആണ്, യുണീക്കാണ്. അതാണ് യുണീക്കാണ്. ആ പടം കാണുമ്പോൾ ഒക്കെ നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല. ഒരു ഈ സലിൽദായുടെ ഒരു പ്രത്യേക പശ്ചാത്തല സംഗീതത്തിൻ്റെയും കൂടെ ഒരു എഫക്റ്റ് ആയിരിക്കും. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ശോകമാണത് കിടക്കുന്നത്. നമുക്കിത് എവിടെയോ, ഇതിപ്പോൾ നോവൽ വായിച്ചിട്ട് സിനിമ കാണുന്നുണ്ടാണെന്ന് അറിയില്ല, ഇത് എവിടെയോ ഒരു ദുരന്തത്തിലാണ് കലാശിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ മനസ്സിൽ. നോവല് വായിക്കാതെ കണ്ടവർ പടം കണ്ടിട്ട് വീണ്ടും കാണുന്നുണ്ട്. ഉണ്ട് ഉണ്ട്. അപ്പോൾ അവർക്കറിയാം ദുഃഖമാണ് അവസാനം. അതെ അതെ. ഈ സാഹിത്യ സൃഷ്ടികൾ കൂടുതൽ സിനിമയാക്കിയപ്പോൾ അതിലെല്ലാം കൂടുതൽ സാറിന് നായകരായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഉമ്മാച്ചു, ഉറൂബിൻ്റെ ഉമ്മാച്ചു ആയിക്കോട്ടെ, പുത്രകാമേഷ്ടി നാടകം ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഈ സാഹിത്യ സൃഷ്ടികൾ. അതിന് പ്രധാന കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, ഞാനീ മറ്റേ നിരാശ കാമുകനിൽ ഒതുങ്ങി നിന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഈ നോവല് സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന കഥ പോലെയുള്ള സാധനമല്ല. നോവലിലെ എല്ലാ പ്രധാന കഥാപാത്രങ്ങൾ എല്ലാം ശ്രീരാമചന്ദ്രന്മാരോ അങ്ങനെയൊന്നും അല്ല. അവർ സാധാരണ മനുഷ്യരാണ് അല്ലേ? നോവലിലെ കഥാപാത്രങ്ങൾ ഹീറോസ് അല്ല, അല്ല അല്ല, മനുഷ്യരാണ്. മനുഷ്യരാണ്. അതെ, സിനിമയ്ക്ക് വേണ്ടി എഴുതിയതല്ല. അപ്പോൾ അങ്ങനെ നോവൽ പടമെടുക്കാൻ നോക്കുമ്പോൾ ഓരോരുത്തരുടെ ഇമേജ് നോക്കുമ്പോൾ അങ്ങനെയാണ് എന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പല കഥാപാത്രങ്ങളും നസീർ സാറിന് കൊടുക്കാൻ ഒക്കൂല. അതെ അതെ. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. അതെ, അല്ലെ ഉണ്ടെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. അതെ ഇല്ലേ? ഞാൻ ഈ ഇമേജ് കട്ട് ചെയ്തവനാണ്. അതെ. അപ്പോൾ ഇമേജ് ഇല്ലാതെ ഒരു കഥാപാത്രം ഉണ്ട്, എന്നാൽ നമുക്കതിന് കൊടുക്കാം. അങ്ങനെ വന്നിട്ട് മിക്കവാറും ഈ നല്ല നോവൽസ് എല്ലാം പടമായപ്പോൾ അതിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പക്ഷേ സാറ് സംവിധായകന്റെ ആ ജോലിയിൽ ഒരിക്കലും ഇടപെട്ടിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് സാറ് സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ഈ കാട്ടുപൂക്കൾ എന്നുള്ളൊരു സിനിമയിൽ ആ പാട്ട് പാടുമ്പോൾ സാറ് നൈറ്റ് ഗൗൺ ഇട്ട് പാടുമായിരുന്നോ? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ആ പാട്ട് കേൾക്കുമ്പോൾ കേൾക്കാതിരിക്കുമ്പോൾ ആളുകളെ മനസ്സിൽ പാട്ട് പോലെ ഗൗണം വരും. ആ പിക്ചറുണ്ടല്ലോ, അതെ അതെ, അതെന്നാണ് കാണിച്ചെന്ന് തോന്നിട്ട് ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഗൗൺ അല്ലായിരുന്നെങ്കിൽ മറ്റു പാട്ടുകളിൽ കൂടെ അങ്ങ് പോയേനെ. ശരിയാ. അപ്പൊ അതിന്റെ ഡിഫറൻസ് ആയിരിക്കും ഒരുപക്ഷെ. അങ്ങനെ ഗൗൺ ഇട്ടുകൊണ്ട് പാടിയിട്ടുള്ള ചുരുക്കമാണ് ഇല്ല. അതെ അതെ, ഓൾമോസ്റ്റ് നിൽ. അപ്പൊ അതിന് പ്രത്യേകമായിട്ട് നിൽക്കാനൊക്കെ ഒരു പക്ഷേ കാരണം ഭാസ്കരൻ മാഷും ഈ പറയുന്ന അന്നത്തെ വിൻസെന്റ് മാഷ് സാറിനെയൊക്കെ അവരെല്ലാവരും വളരെ അവരുടെ കംഫർട്ട് സോണിലുള്ള ഹീറോ ആയിരുന്നു. അതായിരുന്നു എല്ലാവരും. ഭാസ്കരൻ മാഷ് ആയിക്കോട്ടെ, വിൻസെന്റ് മാഷ് ആയിക്കോട്ടെ. വിൻസെന്റ് മാഷ് കാസ്റ്റ് ചെയ്യുമ്പം സാറിനെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലേ സാർ? അതിൽ നഖങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ എന്നെ മോൾഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതെ അതെ. മറ്റേ ഈ വലിയ സാധാരണ നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല അല്ലാതെയും ചില ഇമേജ് വന്നു പോയ ഈ സ്റ്റാർഡമൊക്കെ കിട്ടിപ്പോയ സൂപ്പർ സ്റ്റാറെല്ലാം ആയിക്കഴിഞ്ഞ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ അവർക്ക് മോൾഡ് ചെയ്യാനൊക്കില്ല. ബുദ്ധിമുട്ടാണ്. ഇത് ഇമേജ് ഇല്ലാത്തതുകൊണ്ട് ഇമേജ് ഇല്ലായിരുന്നു എന്നുള്ളതൊരു വലിയ സൗകര്യമായിരുന്നു എനിക്ക്. അതെ 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 അതെ, ഒരു നല്ല കാര്യമായിരുന്നു. പിന്നെ ഈ സാഹിത്യ സൃഷ്ടികൾ എന്ന് പറയുമ്പോൾ സിനിമയാക്കിയിട്ടുള്ള പ്രശസ്ത നാടകങ്ങളിലും സാർ ഈ പറഞ്ഞ തുലാഭാരത്തിൽ സാറിന്റെ റോള് ഒട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല, ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അതിലാണ് സാർ ഒരു കുഴിയിൽ എന്തോ ആദ്യം റിഹേഴ്സൽ സമയത്ത് കാലിങ്ങനെ ആയപ്പം വിൻസെന്റ് മാഷ് ടേക്കിലും അത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത്. സാറിന് കുഴി ഉണ്ടായിരുന്ന സാറിന് അറിയാൻ പാടില്ലായിരുന്നു. സാറ് വിചാരിച്ച് ഞാൻ അഭിനയിച്ചാണ്. അപ്പൊ വീണ്ടും ടേക്കില ചെയ്യണം തന്നെ വേണം, അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് എടുത്ത് പോകും. അതെ, ആ ആക്ഷൻ വന്നില്ലല്ലോ, ഏതാക്ഷൻ അല്ല ഇങ്ങനെ പോണത്. അപ്പം നമ്മൾ ശരി സാർ, പിന്നെ കുഴിയില്ലാതെ തന്നെ കുഴി വീഴുന്ന പോലെ അഭിനയിച്ചു കൊടുത്തു. സാറിനെ തേടിയെത്തിയിട്ടുള്ള ഈ കഥാപാത്രങ്ങളായിക്കോട്ടെ, പിന്നെ ഈ സിനിമകളായിക്കോട്ടെ, എല്ലാത്തിലും സംഗീതത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാകും. ചെണ്ടയിൽ സാറ് ചെണ്ടക്കാരനായിട്ട് അഭിനയിച്ചു. ആ ചെണ്ട അവസാനം ക്ലൈമാക്സ് ഒക്കെ ചെണ്ട കൊട്ടി അവസാനം കയ്യിലൊക്കെ രക്തമാവുന്ന ആ സീനൊക്കെ വളരെ തന്മയത്വമായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് വിൻസെന്റ് മാഷിന്റെ ആ ഒരു സംവിധാനം കൂടെ സാറിനെ സഹായിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ പോലും അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് അല്ലേ സാർ? ചെണ്ട സംഗീതത്തിനെ കുറിച്ച് ഞാൻ ഈ പറയുമ്പോൾ ഈ പറയണേ ഇങ്ങനെ വലുതാക്കി ഞാനീ പറഞ്ഞ് എനിക്ക് പാടാൻ അറിയില്ലെന്നാണ്. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ള സംഗീതത്തോട് എനിക്ക് അടുപ്പമില്ലെന്നോ ഇഷ്ടമില്ലെന്നോ ഏറ്റവും ഇഷ്ടം താല്പര്യമില്ലെന്നോ വലിയ ഇഷ്ടമാണ്. എനിക്ക് പാടാൻ കഴിയില്ലെന്നേ ഞാൻ പറഞ്ഞു.
ജീവിതത്തിൽ കൂടുതലും ഇതൊക്കെ ഇങ്ങനെ വരുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു 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 വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു തോട്ടാണ് സാറിന് എല്ലാ കാലത്തും നയിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെ വരുള്ളൂ, അത് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ആ ഡെസ്റ്റിനിയുടെ വഴിയെ സാറ് സഞ്ചരിച്ച് ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ സാറിന് ഇപ്പോൾ അഭിമാനമാണോ, സംതൃപ്തിയാണോ, സന്തോഷമാണോ, അതോ സമ്മിശ്ര വികാരങ്ങളാണോ? എന്താണ് സാർ ഇത്രയും വലിയൊരു സക്സസ്ഫുൾ കരിയർ കഴിഞ്ഞിട്ട്? എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പും, മനുഷ്യനൊരു ടീനേജിലും അത് കഴിഞ്ഞിട്ട് ഈ 20s ബിഗിനിങ്ങിലുമൊക്കെയാണ് ഞാൻ എന്താകണം, ഏതാകണം, എന്തൊക്കെ നേടണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളൊരു അംബിഷൻസ്, അത് ഇത് പ്ലാനിങ് ഒക്കെ വരുന്നത്. അപ്പോൾ മനസ്സിൽ കുറേയൊക്കെ ആഗ്രഹങ്ങളുണ്ടാകും. ഈ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനായിരിക്കും പിന്നീട് ഉള്ള ശ്രമവും ജീവിതവും. എനിക്ക് പറ്റിയ എന്താണെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം സാധിച്ചു. ഓക്കെ 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 ഓക്കെ. അപ്പോൾ അതിനുശേഷം ഇനി എന്ത് ചെയ്യാനെന്നുള്ള ഒരു ശൂന്യത അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. കറക്റ്റ്. ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കിട്ടാത്ത കാരണമാണ് ഞാൻ ഈ ഇമേജ് എല്ലാം കളഞ്ഞിട്ട് ഞാൻ റിയലിലേക്ക് പോയ കാര്യം. അതെ അതെ. ഈ വയസ്സുകാലത്തായപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ എനിക്ക് ഒരേ റോള് വീണ്ടും വീണ്ടും കിട്ടാൻ തുടങ്ങി. അതെ 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 അതെ. എന്താണെന്ന് വെച്ചാൽ കാരണം ഇപ്പോൾ വീട്ടിലെ കാരണവർ അല്ലെങ്കിൽ സീനിയർ മോഷൻമാൻ, നല്ലവനായ മനുഷ്യൻ, ഇയാൾക്ക് എന്തെങ്കിലും പറ്റുന്നു അത് വില്ലന്മാരെല്ലാം കൂടെ പറ്റിക്കുന്നു. ചിലപ്പോൾ ഇയാളെ കൊല്ലുന്നതായിരിക്കും, അല്ലെങ്കിൽ കേസിൽ തോൽപ്പിക്കുന്നതായിരിക്കാം ഏതെങ്കിലും രീതിയിൽ. ഇതിന് പ്രതികാരം ചെയ്ത് കൈയടി വാങ്ങുന്നതാണ് ക്ലൈമാക്സ്. അതെ അതെ. അതിന് അടുത്ത തലമുറ ആയിരിക്കും പ്രതികാരം ചെയ്യുന്നത്. അതെ. സാറിന് വേണ്ടി പ്രതികാരം ചെയ്യുന്ന കൊച്ചുമകനോ അല്ലെങ്കിൽ മകനോ ഒക്കെ ആയിരിക്കും. എനിക്കുള്ള ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചാൽ ഈ ചാപക എന്നുള്ളതാണ്. അപ്പൊ അതിങ്ങനെ കുറെ മൊണോട്ടണസ് ആയി. അപ്പൊ ഞാൻ ഏതോ ഒരു പത്രക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, അത് ചെയ്ത് മടുത്തു. അതിന് ക്യാപ്ഷൻ കൊടുത്ത എന്താണെന്നറിയാം, മധുവിന് അഭിനയം മടുത്തു. അത് നോക്കുന്ന കഴിഞ്ഞാൽ മധുവിന് അഭിനയം മടുത്തു. ഇത് എനിക്ക് ഇപ്പോഴും മടുത്തിട്ടില്ല. ഈ പറഞ്ഞപ്പോൾ ഒരു രസകരമായ വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ഈ തമിഴ് പടത്തിൽ അഭിനയിച്ചല്ലോ, ധർമ്മദുരൈ. രജനീകാന്തിന്റെ അച്ഛനായിട്ട്. അതെ. അതിന് കാരണം എന്താണെന്നറിയാം, രജനീകാന്തിനെ ആ റോള് ശിവാജി അഭിനയിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ സുഖമില്ലാതെ അമേരിക്കയിൽ എന്തെന്ന് പോയി ട്രീറ്റ്മെൻറ്റിന് പോയിട്ടപ്പോൾ ശിവാജി പറഞ്ഞു, വേറെ ആരെങ്കിലും കൊണ്ട് നിങ്ങൾ ചെയ്യിച്ചു പറ്റില്ല, വേറെ ആരെങ്കിലും രജനീകാന്തിനെ തല്ലുകയാണെങ്കിൽ തിയേറ്റർ കത്തും. അപ്പോൾ ശിവാജിയുടെ പറഞ്ഞു, തമിഴ് മധുവിനെ വിളിച്ച് ചെയ്താൽ മതി, അപ്പം ഒരു ഇതുണ്ടാവും, കുഴപ്പമില്ല. അങ്ങനെയാണ് അവർ എൻ്റെ അടുത്ത് നിന്ന് ഈ രജനീകാന്തിനെ തല്ലുന്ന ഒരു റോൾ ഉള്ളത് കൊണ്ടാണ്, ഉള്ള സീൻ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സാത്ത് ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന ചിത്രം 50 വർഷങ്ങൾക്ക് മുമ്പ് അഭിനയിച്ച ആ ചിത്രത്തിലെ ഓർമ്മകൾ അയവിറക്കി അമിതാഭ് ബച്ചൻ ഒരു സ്നേഹ സന്ദേശം അയക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. അതെ, അതൊരു വലിയ വലിയ അഭിമാനകരമായിട്ടുള്ള കാര്യമല്ലേ. ഞാൻ എൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്ത് ഞാൻ അങ്ങോട്ട് വിളിക്കുകയോ സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അയാൾ എന്നെയും വിളിച്ചിട്ടില്ല. ഒരു ദിവസം ഈ സംഗതി ഞാൻ കാണുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ഇയാളെ മനസ്സിൽ എന്നെ കുറിച്ചുണ്ടോ? അല്ല, അത് രണ്ടുപേരുടെയും ഗ്രേറ്റ്നെസ് ആണ് സാർ. സാറിന്റെ ഗ്രേറ്റ്നെസ് ഉണ്ട്. അങ്ങനെ പറയണമെന്ന് തോന്നണമെങ്കിൽ സാറിന് ഒരു ഗ്രേറ്റ്നെസ് വേണം, പിന്നെ അത് പറയാൻ തോന്നണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഗ്രേറ്റ്നെസ് വേണം. അത് കെ അബ്ബാസ് എന്ന് പറഞ്ഞ പ്രഗത്ഭനായിട്ടുള്ള സംവിധായകന്റെ ചിത്രത്തിൽ സാത്ത് ഹിന്ദുസ്ഥാനിയായിട്ട് ആ ചിത്രവും കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. സാറിന്റെ റെയറായിട്ടുള്ള സിനിമകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് സാർ. എനിക്ക് ഏറ്റവും കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ സിംഹവാലൻ മേനോൻ എന്ന ചിത്രത്തിൽ നമുക്ക് ഒരുമിച്ച് നർമ്മം കൈകാര്യം ചെയ്യാനുള്ള, ഹാസ്യം കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഈശ്വരനോട് എനിക്ക് എന്നും നന്ദിയുണ്ട്, കടപ്പാടുണ്ട് സാർ. സാർ ഒരു റെമ്യൂണറേഷന്റെ പേരിൽ ഒരു തർക്കം ജീവിതത്തിൽ ഒരിക്കലും സാർ ഉണ്ടാക്കിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു നിർമ്മാതാവിനോട് സാർ ഉണ്ടായിട്ടില്ല. സാറിന് അതിന്റെ ഒരു വഴി എന്തായിരുന്നു? സാറിന് പെർമനന്റ് ആയിട്ട് പ്രൊഡ്യൂസർ, ഉദാഹരണത്തിന് മെർലാൻഡിന്റെ സിനിമയിൽ അടുപ്പിച്ചടുപ്പിച്ച് എത്രയോ സിനിമ, ആ മെർലാൻഡിന്റെ അവസാന സിനിമയിൽ പ്രൊഡ്യൂസ് ചെയ്ത അവസാന സിനിമയിൽ, ഇപ്പോഴത്തെ അല്ല, മെർലാൻഡ് റിവൈവ് ചെയ്യുന്നതിന് മുമ്പുള്ള സിനിമയിൽ വരെ സാറിനെയാണ് അവർ മനസ്സിൽ കാണുന്നത്. അതിന്റെ ഒരു അത്രയും ഒരു ബന്ധമുണ്ട്. അതേപോലെ വിൻസെന്റ് മാഷ് പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ എല്ലാ പ്രൊഡ്യൂസേഴ്സുമായിട്ട് സാർ പ്രൊഡ്യൂസർ ആയിരുന്നിട്ട് പോലും കണക്ക് പറഞ്ഞ് സാർ ഒരിക്കലും ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ താരങ്ങൾ ഡിമാൻഡിനനുസരിച്ച് കാശ് ചോദിച്ചിട്ടാലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ അത്തരം ബന്ധങ്ങളുടെ കാര്യം എങ്ങനെ കൊണ്ടുപോകുന്നതാണ് സാർ ഈ ഇൻഡസ്ട്രിക്ക്? ഒരു ബിഗിനിങ് 70s തന്നെ ഞാൻ ഈ പ്രൊഡക്ഷനെ കുറിച്ചൊക്കെ ആലോചിച്ച് പടം പിടിക്കാനും ഒക്കെ തുടങ്ങി. ഓക്കെ. അപ്പം എനിക്ക് ഇതിൻ്റെ അകത്തുള്ള എല്ലാ ആളുകളുടെയും ബുദ്ധിമുട്ടുകളും പ്രോബ്ലംസും അറിയാം. അതെ. സോ ഐ ലിവ് ടു ദം. അതെ.
ഞാൻ സത്യത്തിൽ റെമ്യൂണറേഷൻ ഒരാളിനോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവരിങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. ഓക്കെ, ശരി ആയിക്കോട്ടെ എന്ന് പറയും ഞാൻ. സാറിന്റെ ഒരു വാല്യൂ അവർക്കറിയാം, അതിനനുസരിച്ചുള്ള റെമ്യൂണറേഷൻ തന്നിട്ടുണ്ട്. ഇതുവരെ അവർ തന്നോ കുറവാണെന്ന് സാറിന് തോന്നിയിട്ടില്ല? ഇല്ല. അതെ, അതൊരു വലിയ ഭാഗ്യമല്ലേ സാർ അത്? അതുകൊണ്ട് റിലേഷൻഷിപ്പ് ഇന്ന് ഇതേപോലെ ഇന്നത്തെ അവസ്ഥയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പക്ഷം ഞാനും സാറും പിടിക്കുന്നില്ല. കാരണം എല്ലാം സ്മൂത്തായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ രണ്ടുപേരും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ആവശ്യമാണ്. പ്രൊഡ്യൂസേഴ്സിന്റെ പെയിൻസ് മനസ്സിലാക്കണം. സാറിന് പിന്നെ ചിത്രം നിർമ്മിച്ചുകൊണ്ട് ഒരു പ്രൊഡ്യൂസറിന്റെ പെയിൻ അറിയാം. സാറിന് നന്നായിട്ട് അറിയാം. ഒരു 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 മഴ പെയ്താൽ ഏറ്റവും കൂടുതൽ ചങ്ക് കത്തുന്നത് പ്രൊഡ്യൂസറിന്റെ ആണ്, ഒരു നടന്റെയോ ഒരു സംവിധായകന്റെയോ അല്ല. ആ പ്രൊഡ്യൂസറുടെ മനസ്സാണ്, അയ്യോ ഇന്ന് മഴ പെയ്യോ, നാളെ ഇതെല്ലാം കൂടെ സംഘടിപ്പിക്കുമ്പോൾ ഇത്രയും ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഇതെന്ത് ചെയ്യുന്നുള്ള മനസ്സ് വേദനിക്കുന്ന ഒരു പ്രൊഡ്യൂസറിൻ്റെ ആണ്. ആ ചിന്ത സാറിനെ പോലെ എനിക്കുമുണ്ട്. ഇതേതെങ്കിലും നമ്മൾ പറയുമ്പോൾ പ്രൊഡ്യൂസറെ നമ്മൾ സുഖിപ്പിക്കുക, സന്തോഷിപ്പിക്കുക എന്നൊക്കെ പറയും. പക്ഷേ പ്രൊഡ്യൂസർമാരുടെ മനസ്സ് വിഷമിപ്പിച്ച് നമ്മൾ കാശ് വാങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ പ്രൊഡ്യൂസറും ഹാപ്പി ആവണം, നമ്മളും ഹാപ്പി ആവണം. അവരെ വേദനിപ്പിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കാശിന് അതിന് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സന്തോഷം നമുക്ക് അത് തരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സാർ എന്ത് പറയുന്നത് സാർ? ശരിയാണ്. അപ്പോൾ ഈ ഇന്നത്തെ ഇതുവരെ നോക്കുമ്പം സാറ് പാസ്റ്റ് നോക്കുമ്പോൾ സാറ് അത്യാവശ്യം കുറച്ച് നേരത്തെ എല്ലാം അച്ചീവ് ചെയ്തു എന്നുള്ള ഒരു സംഭവത്തിൽ ഇടയ്ക്ക് ഒരു ശൂന്യത വന്നിട്ടുണ്ടെങ്കിലും ആ ശൂന്യത ഇല്ലെന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഇന്നും സാറിന്റെ ഇന്റർവ്യൂവിന് ഡിമാൻഡാണ്. ഇല്ല, ഈ ശൂന്യത എന്ന് പറഞ്ഞത് എന്ത് ചെയ്യണം എന്നുള്ള എൻ്റെ മനസ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. അല്ല, ലൈഫിലെ മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതെ അതെ, അതെ ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ അംബിഷൻസിന്റെ കാര്യത്തിൽ ഒരു ശൂന്യത. ഓക്കെ 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 ഓക്കെ. കൂടുതൽ അംബീഷ്യസ് ആവാനുള്ള അവസരങ്ങൾ അധികമില്ല. അംബിഷൻസ് ഒക്കെ നേരത്തെ 50-60 കഴിഞ്ഞാൽ പിന്നെ അംബിഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോഴേ എല്ലാം കിട്ടി. ഉള്ളത് പ്രിസർവ് ചെയ്യാനുള്ളവരെ നോക്കുന്നതല്ലാതെ അതെ പുതിയതായിട്ടൊന്നും ഒരു അംബിഷ്യസ് ആകാൻ സാധിക്കില്ല. സാറിന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന ചർച്ചയാണ് എല്ലാ വർഷവും. അത് തന്നെ വലുതല്ലേ, കിട്ടുന്നതിനേക്കാളും വലുതാണ് സാർ. എല്ലാവരും മമ്മൂക്കയും മോഹൻലാൽ എല്ലാവരും ചർച്ച ചെയ്യുന്നു. സാറിന് കൊടുക്കാത്തത് എന്താണെന്ന് ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്തുകൊണ്ട് എനിക്കറിയാൻ പാടില്ല. അതെ, പണ്ട് എനിക്ക് പത്മശ്രീ കിട്ടുന്നതിന് മുമ്പുണ്ടല്ലോ, അതെ എവിടെ പോയിരുന്നാലും പത്മശ്രീ മധുന്നാ പറയുക. അതെ 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 10 കൊല്ലത്തിന് മുമ്പേ, അതെ അതെ, കിട്ടുന്നതിന് മുമ്പേ സാറിന് പത്മശ്രീ ചാർത്തി തന്നു. അപ്പൊ പബ്ലിക്കിന്റെ പത്മശ്രീ അന്നേ കിട്ടിക്കഴിയും. അതേപോലെ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഞങ്ങൾ ചാർത്തി തന്നിരിക്കുകയാണ് സാർ. അവിടെ കേന്ദ്ര ഗവൺമെന്റ് സാറിന് തന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിനെക്കാളും വലിയ അവാർഡ് ഞങ്ങൾ ചാർത്തി തന്നിട്ടുണ്ട്. ഇതുവരെ മലയാള സിനിമയിലെന്നല്ല ഇന്ത്യൻ സിനിമയിൽ ഒരാൾ പോലും സാറിനോട് കയർത്ത് സംസാരിക്കുകയോ മോശമായിട്ട് സാറിനോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു കലാകാരൻ എന്ന നിലയ്ക്കുള്ള സ്നേഹവും ബഹുമാനവും ആദരവുമാണ് എല്ലാവരും തന്നിട്ടുള്ള, പൊതുജനങ്ങൾ ഉൾപ്പെടെ കലാസ്നേഹികൾ എല്ലാവരും, സർക്കാർ, വിവിധ രാഷ്ട്രീയ കക്ഷികൾ. ഇതൊക്കെ ഒരു ജീവിതം ധന്യമായി എന്ന് പറയാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം സാർ? വളരെ സന്തോഷം സാർ.